സെലിൻ നന്ദി ചിലൊക്കെ ഭയങ്കര ഫേമസ് ആണ്. 1 മില്യൻ്റെ മേലെ ഫോളോവേഴ്സ് ഉള്ള ആളാണ്. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. അപ്പോൾ ഇന്ന് ഞാൻ കയ്യിലൊരു ലവ് ചിഹ്നത്തിൻ്റെ ഒരു സാധനം ഉണ്ട്, കത്തുന്നുണ്ടല്ലേ? ഓക്കെ, അതൊക്കെ പിടിച്ചിട്ടാണ് നിൽക്കുന്നത്. സംഭവം എന്താണെന്നറിയോ? ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ വീഡിയോ ആണ്. ഞാൻ ഒരുപാട് ലോങ് നാട്ടോ നിൽക്കുന്നത്. അപ്പോൾ സ്പെഷ്യൽ വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മൾ ഇതുവരെ ചെയ്യാത്ത ഒരു വീഡിയോ ആണ്. സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രപ്പോസൽ പ്രാങ്കാണ്. ഞാൻ പ്രാങ്കൊക്കെ ചെയ്തുള്ള കോളേജിൽ നിന്ന് ചെയ്തിട്ടുണ്ട്, അതിന് പുറത്തുനിന്നും പിന്നെ ചെയ്തില്ല. ഇത് പബ്ലിക്കായിട്ട് ആദ്യമായിട്ട് പ്രാങ്ക് ചെയ്യാൻ വരികയാണ്. നാശത്തിലേക്കാണ് നിങ്ങൾ പോകുന്നത്. അത് ഞങ്ങൾ അങ്ങ് സഹിച്ചു. സത്യം പറഞ്ഞാൽ ഫ്ലോപ്പ് ആവാൻ നല്ല ചാൻസ് ഉണ്ട്. കാരണം എനിക്ക് തീരെ ഒരു എക്സ്പീരിയൻസ് ഇല്ല ആ ഒരു കാര്യത്തിൽ. അപ്പോൾ നന്നായിട്ട് ഫ്ലോപ്പ് ആവാൻ ചാൻസ് ഉണ്ട്. ഒടുവിൽ കുറ്റസമ്മതം നടത്തി അല്ലേ? അതേപോലെ തന്നെ മൈക്കിൻ്റെ വിഷയം എന്താ പറയുക, ഭയങ്കര സീനാണ്. അപ്പോൾ ഇത് നമ്മൾ ഉള്ളിലേക്ക് ആക്കിയിട്ട് പിൻ ചെയ്യും. കണ്ടിട്ടുണ്ടെങ്കിൽ ചിലർക്ക് മനസ്സിലാവും. അപ്പം നമുക്ക് മാക്സിമം നോക്കാം നല്ല അടിപൊളിയായിട്ട് കിട്ടുമെന്നുള്ളത്. എന്തായാലും ഒരു അടിപൊളി വീഡിയോ തന്നെ ആയിരിക്കും. അപ്പോൾ അവസാനം വരെ കാണാം. അപ്പോൾ അതുവരേക്കും എന്തായാലും കട്ടൊക്കെ സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, ഇത് നിങ്ങളെ സപ്പോർട്ടിനനുസരിച്ച് അടുത്ത നമ്മൾ പ്രാങ്ക് നല്ല അടിപൊളി പ്രാങ്കൊക്കെ ചെയ്യുന്നതായിരിക്കും. ഓക്കെ ഓക്കെ, ബൈ. നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ഹലോ, എന്നിട്ട് പേരെന്താ? ഇവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. ഹലോ ഹലോ, ഒരു മിനിറ്റ്. പേരെന്തായിരുന്നു? ഷഫ്ന. നിൻ്റെ പേര്? ആനി. നിങ്ങൾ എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ടല്ലോ. നിന്നെ ഞാൻ പലപ്പോഴായിട്ട് കണ്ടിട്ടുണ്ട്. കുറ്റ്യാടിയാണ് സ്ഥലം. കുറ്റ്യാടി. കുറ്റ്യാടി എൻ്റെ ഫ്രണ്ടിൻ്റെ വീടുണ്ട്. അവിടെ എവിടെയാണ് നിൻ്റെ? കുറ്റ്യാടി എവിടെയാണ് നിൻ്റെ വീട്? തളീക്കര തന്നെയാണ് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ. അവിടെ ഞാൻ വന്നപ്പോൾ ഞാൻ തോന്നുന്നുണ്ട് നിന്നെ ഞാൻ മീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അന്ന് എന്തോ ഉണ്ടായിരുന്ന എന്തോ ഒരു സംഭവമാണ് തോന്നുന്നുണ്ട്. ഇപ്പോൾ കണ്ടപ്പോൾ അങ്ങനെ പെട്ടെന്ന് വീണ്ടും സ്പാർക്ക് അടിച്ച്. സെന്റിമെന്റൽ ആൻഡ് സൈക്കോളജിക്കൽ മൂവ്. അപ്പോൾ അത് ആ സ്പാർക്ക് പിന്നെ ഈ കോഴിക്കോട് ബീച്ചിൽ വെച്ചിട്ട് പോലെ ഒരു മിനിറ്റ് കോഴിക്കോട് ബീച്ചിൽ വെച്ചിട്ട് പിന്നെയും കണ്ടപ്പോൾ ആ സ്പാർക്ക് തുറന്ന് പറയാനുള്ള ഒരു അവസരമായിട്ട് കരുതി. ഇഷ്ടം ചർച്ച എങ്ങനെ പറയാൻ എനിക്ക് പറ്റാ, പേടി വന്നിട്ട് എന്താ പറയാന്നറിയില്ല. ഐ മീൻ ഒരു മിനിറ്റ് ഒന്ന് റിലാക്സ് ആവട്ടെ. ഓക്കെ. ഭഗവാനെ ഈശ്വര, നല്ലത് ചെയ്താൽ നല്ലത് കിട്ടണേ. ഒരു മിനിറ്റ് പോലെ പേടിക്കരുത്. ഞാൻ ഒന്ന് എൻ്റെ പേടി മാറ്റാനായിട്ട്. ഓക്കെ, എൻ്റെ ചിരിക്കരുത്. ഞാൻ ഒന്ന് നല്ലപോലെ പ്രപ്പോസ് ചെയ്തോട്ടെ. എങ്ങനെ സാധിക്കുന്നു? നീ കമ്മിറ്റഡ് ആണോ? അല്ല, ആദ്യം ചോദിക്കാൻ പറഞ്ഞു. അല്ലല്ലോ, താങ്ക് യു. കമ്മിറ്റഡ് അല്ല. ഇവിടെ നിൽക്കി കമ്മുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ എന്തായാലും ഷെഫ്ന എന്നല്ലേ പേര് പറഞ്ഞ്? ഷെഫ്ന എന്താ അറിയില്ല, കണ്ടപ്പോൾ തന്നെ ഭയങ്കര ഇഷ്ടമായി. ഞാൻ പോണേണ്. വെറുതെ എന്തിനാണ് ഒരുപാട് എക്സ്പ്രഷൻ ഇട്ട് ചാവണത്? ഉള്ളിനുള്ളിൽ ഹൃദയത്തിനുള്ളിൽ എന്നും ഷെഫ്നയ്ക്ക് വേണ്ടിയിട്ട്, ഷെഫ്നയ്ക്ക് വേണ്ടി അവിടുന്ന് കണ്ടപ്പോൾ വാങ്ങിയതാണ്. വേറെ നിങ്ങൾക്ക് ഇവിടുന്ന് വാങ്ങാൻ കിട്ടിയില്ല. എന്താടാ ദാസ, ഇടാ നമുക്കെന്താ ഈ ബുദ്ധി നേരത്തെ തോന്നാത്തത്? ഐ തിങ്ക് ഐ ഫെൽ ഇൻ ലവ് വിത്ത് യു. പിടിക്കുവോ? എന്നെ ക്യാച്ച് ചെയ്താൽ മതി ജസ്റ്റ്. ഓക്കെ, താങ്ക് യു. സജന എൻ്റെ സജന, ദിൽരുബാ എൻ്റെ പൊന്നേ. ഓക്കെ, അപ്പോൾ സംഭവം ഒന്നും ഇരുന്നില്ല. ഷെഫ്ന, സംഭവം ഇതാ ക്യാമറ ഉണ്ടല്ലേ, ഒരു ഹലോ കൊടുത്തോ. പ്രാങ്ക് ആയിരുന്നു. ഷെഫ്നക്ക് ഓൾറെഡി ഷെഫ്നെ കമ്മിറ്റഡ് ആണെന്ന് പറഞ്ഞ്. അല്ലാന്നുണ്ടെങ്കിൽ കുടുംബ അതായത് എന്നെ കിട്ടാതിരിക്കാൻ, പക്ഷെ എന്നെ വേണ്ടാന്ന് വെക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഓൾറെഡി കമ്മിറ്റഡ് ആണെന്ന് പറഞ്ഞു. ഗൈസ്, ശരിക്കും നീ സിംഗിൾ ആണെന്ന് എനിക്കറിയാം. ഓക്കെ ഓക്കെ, അപ്പോൾ അടുത്ത ആളെ നമുക്ക് പിടിക്കാം. ഓക്കെ, ഒരു ഹായ് പറഞ്ഞോ. ഓക്കെ, താങ്ക് യു. ഹായ്. അപ്പോൾ ഈ ഒരു എന്താ പറയുക, ചുറ്റുവട്ടം എന്താ പറയുക വാങ്ങാൻ പറ്റിയില്ല. ചെറിയൊരു ഗിഫ്റ്റ് വാങ്ങിയിട്ട് ചെയ്യണ്ട. ക്യാമറ എന്തിന്? ക്യാമറ എൻ്റെ ഹൃദയം നിങ്ങൾക്ക് തരികയാണ്. തിരിച്ചില്ലേ? ഓ, നിന്റെ ബുദ്ധി വിമാനമാണല്ലോ. വിമാനമല്ല, റോക്കറ്റ്. റോക്കറ്റ്. തിരിച്ച് ഹൃദയം തരണോ? ഓക്കെ, ഇഷ്ടായോ? അതല്ല വേണ്ട, എനിക്ക് ഹൃദയം വേണം, ഒറിജിനൽ ഹൃദയം വേണം. ഞാൻ കാര്യം സീരിയസ് ആയിട്ടാണ് പറയുന്നത്. എന്താ നോക്കുന്നത്? ക്യാമറ? എന്ത് ക്യാമറ? ക്യാമറ ഒന്നുമില്ല, അത് സീരിയസ് ആയിട്ടൊന്നും.
കുഴപ്പമില്ലായിരുന്നു അല്ലേ? ഓക്കെ ഓക്കെ, താങ്ക് യു, അടിപൊളിയായി. ഹലോ, പേരെന്തായിരുന്നു? എവിടെയും കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല? നീ എന്താ പേര് മറന്നാ? ഒന്ന് ഓർത്ത് നോക്കിയ ഓർമ്മയില്ല? ഇല്ല, ഓർമ്മയില്ല, സത്യമായിട്ട് ഓർമ്മയില്ല. നിന്റെ പേര് ഞാൻ ഇത്രയും പരിചയമുള്ള ഞാൻ നിന്റെ പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആർക്കാ നടക്കട്ടെ. നീ എന്നെ ഓർക്കുന്നതാണ്, ഞാൻ നിന്നെ ഓർക്കുന്നതാണ്. ഓക്കെ, സോറി. ഇപ്പൊ എന്താ ഉണ്ടായേ? പേരെന്തായിരുന്നു? ആ, ഞാനിങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ കണ്ടപ്പോ ഇങ്ങനെ വാച്ച് ചെയ്തോണ്ടിരിക്കുന്നു. എന്തിനാന്ന് വെച്ചാൽ അറിയില്ല, കണ്ടപ്പോ ഇങ്ങനെ എന്തോ ഒരു സ്പാർക്ക് അടിച്ചു. അപ്പൊ ഇങ്ങനെ പറയാന്ന് വിചാരിച്ചിട്ട് വന്നത്. പേരെന്തായിരുന്നു? അതല്ലേ സ്വാഭാവികമായിട്ട് എന്തിനാ പറയാ. ഓക്കെ, മരിയ. ഓക്കെ, മരിയ എന്ത് ചെയ്യുന്നു? പഠിക്കുന്നു. ഓക്കെ, മരിയനെ കണ്ടപ്പോ എന്തോ ഒരു ഉള്ളിനുള്ളിൽ മറ്റേ ബട്ടർഫ്ലൈ പറന്നു ചെറുതായിട്ട്. വേറെ ബട്ടർഫ്ലൈ ഉണ്ടോ ഓൾറെഡി? ഉണ്ടോ? ചേട്ടാ, ഈ ബട്ടർഫ്ലൈ എന്ത് ചെയ്യും? ഓക്കെ, സാരമില്ല, ആ ബട്ടർഫ്ലൈ ഒഴിവാക്കാൻ പറ്റും എനിക്ക് വേണ്ടിട്ട്? ഇല്ലല്ലേ? ഓക്കെ, താങ്ക് യു. ആയിരുന്നു. ഒന്ന് പോരെ, നീ ഇല്ലാന്നൊക്കെ കമ്മിറ്റുള്ള എല്ലാന്നൊക്കെ പറയണ്ട, എന്നാലല്ലേ സെറ്റ് ആവുക. ഓക്കെ ഓക്കെ, ഫ്രണ്ട്സ് ആയിരുന്നല്ലേ? നിങ്ങളാരും കണ്ടില്ല അത്? ഓ ഭാഗ്യം, ഞാൻ വിചാരിച്ച പേര് പറഞ്ഞു കൊടുത്തു. ഓക്കെ, താങ്ക് യു. ഓക്കെ, എല്ലാരും രായി നമ്മള് വീഡിയോ പ്രാങ്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ ഫ്രെയിമിൽ മുഴുവൻ നോക്കിയപ്പോൾ ഒരാളുണ്ട്. അപ്പൊ അങ്ങനെയാണ് ഞാൻ സ്പോട്ട് ചെയ്തത്. നമ്മളെ അബ്ദുസലിം നല്ല ഇൻസ്റ്റയിലൊക്കെ ഭയങ്കര ഫേമസ്. 1 മില്യൻ്റെ മേലില്ലേ ഫോളോവേഴ്സ്? ഇല്ലേ, 1 മില്യൻ്റെ മേലെ ഫോളോവേഴ്സ് ഉള്ള ആളാണ്. ഓക്കെ, അപ്പോൾ ഞങ്ങളെ പാവ അക്കൗണ്ടൊക്കെ ഒന്ന് കാണണം. അത് വേണമെങ്കിൽ ഒന്ന് സ്റ്റോറി ആക്കണല്ലോ അത്. ഓക്കെ, താങ്ക് യു. ഒരു മിനിറ്റ്, ഈ കുട്ടിയുടെ പേരെന്തായിരുന്നു? ആ, കണ്ടിട്ടുണ്ട്. അതാണ് ഇവിടെ കണ്ടിട്ടുണ്ട്. പേരേതായിരുന്നു? പറയോ? അറിയില്ല. അല്ല, എന്നെ അറിയില്ല, പക്ഷെ നിന്നെ ഞാൻ ഇവിടെ കണ്ടിട്ടുണ്ട്. നല്ല പേര്. നിന്റെ പേരെന്തായിരുന്നു? ഫാത്തിമ. അമിതാദ്, പൊട്ടിട്ട് അമിതാദ. ഓക്കെ, ഈ കുട്ടിനെ ഞാൻ കുറച്ചു നേരമായി വാച്ചിങ് ആയിരുന്നു. എന്താണ് ഈ കട? ഏതാണ് ഈ കട? ഈ കട മറ്റേ ഉപ്പിലിട്ട് തിന്നുന്ന മുതൽ ഇപ്പൊ വരെ ഞാൻ വാച്ച് ചെയ്തോണ്ടിരിക്കുന്നു. എന്ത് വീഡിയോ? അങ്ങനെ സ്പാർക്ക് അടിച്ചു? അല്ല, ഓൾറെഡി അവള് സ്പാർക്കഡ് ആണോ? ഏയ് മോളെ, പോവല്ലേ? വേറെ ആരാ സിംഗിൾ ഉള്ളത്? നീയും കമ്മിറ്റഡ് ആണോ? എല്ലാരും കമ്മിറ്റഡ് ആണോ? എന്റെ പേരെന്താ? പൊട്ടുതൊട്ട് മുകൾസിന് കണ്ടപ്പോ എവിടെ അവള് പണിയും പോട്ടെ. ഇനി എനിക്ക് ലക്ഷ്മി മതി ഇനി. ഓക്കെ, നിങ്ങൾ എല്ലാരും മുങ്ങല്ലേ? ഒരു വീഡിയോ എടുക്കാൻ നിങ്ങൾ സമ്മതിക്കില്ലെന്ന് വെച്ചാൽ അതാ ക്യാമറ ഹായ് കൊടുത്തോളെ. ഒരു സ്റ്റമ്മൽ. ഓക്കെ, അങ്ങനെ എവിടെയോ കണ്ടിട്ട് ഒരു മിനിറ്റ് എണീച്ചിക്കാമോ? ഇത് പേടിക്കണ്ട, ഒന്നുമില്ല. ഒന്ന് കണ്ടപ്പോ കുറച്ചു നേരം ഇങ്ങനെ വാച്ച് ചെയ്തോണ്ടിരിക്കുന്നു. നിങ്ങളെന്തായാലും മറ്റേ എന്തായിരുന്നു നീന്ന്? എന്തോ തിന്നിരുന്നില്ല നിങ്ങള്? എവിടെ ക്യാമറ? എന്താണ് ഇപ്പൊ ഒന്ന് പ്രപ്പോസ് ചെയ്യാനും പോലും പറ്റാണ്ടായോ? ക്യാമറ പിടിച്ചു. അങ്ങനൊന്നുമില്ല. കുട്ടി സിംഗിൾ ആണോ? അല്ലേ, കമ്പ്യൂട്ടർ ആണോ? താങ്ക് യു. ഈ കുട്ടി സിംഗിൾ ആണോ? എല്ലാരും സിംഗിളാണ്. അപ്പൊ എല്ലാരും പ്രപ്പോസ് ചെയ്യാൻ പറ്റില്ലല്ലോ, ആരെങ്കിലും ഒരാളല്ലോ പ്രപ്പോസ് ചെയ്യാൻ പറ്റുള്ളൂ. പേരെന്തായിരുന്നു? കിനാവു തന്ന തേനിലൊന്നു മുക്കിയ മധുരമൂറും പത്തിരി ചുട്ടുവെച്ചതാർക്കു നീ. പേര് പറഞ്ഞാലും ആരുമില്ല. ഇല്ല, ഒരു മിനിറ്റ് ക്യാമറ ഒരു ഹായ് പറഞ്ഞു.
പാവ അപർണ എന്താ പാവ അപർണ സീരിയസ്. ഓക്കെ അവിടെ തരാം. ഹായ് പറഞ്ഞു. നീ അവിടെ നോക്കി ഹായ് പറ. ഓക്കെ താങ്ക് യു. എന്ത് പറ്റിയ ഫിഫ മൂഞ്ചിക്ക് എടുക്കണല്ലോ? മൂഞ്ചലല്ലേ ലൈഫ് അളിയാ. നമുക്കൊന്നും ഈ ലവ് ഒന്നും വിധിച്ചിട്ടില്ല അളിയാ. കണ്ടില്ലേ പ്രപ്പോസ് ചെയ്തവരൊക്കെ പ്രാങ്കല്ലേ 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 ഒലക്ക. നമുക്കൊന്നും ഇത് ശരിയാവില്ല. അഭിനയവും ശരിയാവില്ല, പ്രാങ്കും ശരിയാവില്ല എന്ന് മനസ്സിലായി. ഇനി പ്രപ്പോസ് പ്രാങ്ക് ആയതുകൊണ്ടൊന്നുണ്ട് ആൾക്കാർക്കൊക്കെ അത് എല്ലാവരും ചെയ്ത് എല്ലാവർക്കും അറിയ സംഭവം. നമ്മളുണ്ട് ചെയ്ത് തുടങ്ങുമ്പോഴത്തേന് നമ്മൾ ആ ഒരു ടോണിന് കാണുമ്പോൾ തന്നെ പ്രാങ്കാണോ, ക്യാമറ എവിടെയാണ് ചേട്ടാ, ഇങ്ങനത്തെ ഒരുപാട് ചോദ്യങ്ങളാണ്. സത്യം പറഞ്ഞാൽ മടുത്തു ഗായ്സ്. സങ്കടമായിപ്പോയി. ഒരു കുട്ടി പോലും എന്താ പറയുക, ആ ഒരു ഫ്ലോയിലേക്ക് പോലും വന്നില്ല. ആകെ 1 or 2 വന്നത്. സത്യം പറഞ്ഞാൽ നല്ലപോലെ എനിക്കൊന്ന് ചെയ്യാൻ പോലും പറ്റില്ല പ്രപ്പോസ്. സങ്കടമുണ്ട്. അപ്പോൾ എന്തായാലും അടുത്തത് നമ്മൾ ഇതിലും നല്ല നൈസായിട്ട് നല്ല കണ്ടൻ്റ് ആയിരിക്കും. ആരും കണ്ടുപിടിക്കാത്തായിട്ടും ചെയ്യാൻ ശ്രമിക്കും. ഇല്ലടാ സെറ്റാക്കൂലേ? അത്രേ ഉള്ളൂ. സെറ്റാക്കിയിരിക്കും എന്ന ഒരു വിശ്വാസം നമുക്കുണ്ട്. അപ്പോൾ ഇതിലെന്തായാലും ക്ഷമിക്കുക എല്ലാവരും. കാരണം ക്വാളിറ്റീൻ്റെ വിഷയം നന്നായിട്ടുണ്ട്. കാരണം നമുക്ക് ഈ ക്യാമറ ആൾക്കാരൊക്കെ കണ്ടുപിടിക്കാൻ തുടങ്ങി. അതായത് കണ്ടിട്ട് അവർക്ക് മനസ്സിലായി ക്യാമറയിൽ ചെയ്യുന്നുണ്ടെന്ന്. അവിടെ നിന്ന് ക്യാമറ കാണുന്നു. അതേപോലെ മൈക്ക് സെറ്റ് ചെയ്തപ്പോൾ മൈക്ക് അവർ കണ്ട്. അങ്ങനത്തെ ഒരുപാട് വിഷയങ്ങൾ വന്നു. അപ്പോൾ തന്നെ കുറേ ഫ്ലോപ്പായി പോയി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് ഫോണിലേക്ക് മാറി. അങ്ങനെ ഫോണിൽ ഷൂട്ട് ചെയ്ത് തുടങ്ങിയപ്പോൾ സൗണ്ടിൻ്റെ നല്ല ഇഷ്യൂ വരും. അതേപോലെ തന്നെ ക്വാളിറ്റി നല്ല വിഷയം വരും. ക്യാമറൻ്റെ ആ ഒരു പെർഫെക്റ്റ് ഒന്നും കിട്ടില്ല. അപ്പോൾ അങ്ങനത്തെ കുറേ വിഷയം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാനും ഇവനും മാത്രം, ക്യാമറമാനും മാത്രം ഉണ്ടായിരുന്നു, സെലീക്കും മാത്രം ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ കുറേ വിഷയം ഉണ്ടായി. അതായത് എന്താ പറയുക, കൂടുതലായിട്ടുള്ള കമ്മ്യൂണിക്കേഷനും കാര്യം ലെവലായില്ല. അങ്ങനത്തെ കുറേ വിഷയം ഉണ്ടായി. എന്തായാലും 80 രൂപ കൊടുത്ത് വാങ്ങിയ ഇത് മാത്രം ലാഭമായി. എന്തായാലും ഇല്ല തെളിയിക്ക, ഇതെൻ്റെ സൗകര്യങ്ങൾ കിടന്ന് കത്ത് കഴിഞ്ഞു. അല്ല ഇന്ന് പരസ്യമൊന്നുമില്ല. ആരും കിട്ടിയില്ലേ ഇത് പരസ്യം? ഇല്ലടാ, ആരും ഒന്നും സ്പോൺസറൊന്നും തന്നില്ലടാ. അപ്പോൾ ഓക്കെ. അപ്പോൾ എന്തായാലും അടുത്ത ഇതിലും നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വന്നിരിക്കും. അപ്പോൾ അടുത്ത ആഴ്ച സ്റ്റേ ട്യൂൺ. ഓക്കെ, അടുത്ത ആഴ്ച ഇതിലും നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളെ കമൻറ്റ് മസ്റ്റ് ബി കമൻറ്റ് ചെയ്യട്ടെ. നിങ്ങളെ അഭിപ്രായങ്ങൾ എന്താ പറയുക, ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യണോ, എങ്ങനെയുണ്ട്, എന്തൊക്കെ കഴിഞ്ഞ് മെച്ചപ്പെടുത്തുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ പറയണം. കാരണം നിങ്ങളാണ് നമ്മളെ മോട്ടീവ്, നിങ്ങളാണ് നമ്മൾ ഉയർത്തിക്കൊണ്ടിരുന്നത്, നിങ്ങളെ വ്യൂ കൊണ്ടാണ് നമ്മൾ വളരുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയ്ക്ക് വീണ്ടും കാണാമെന്ന വിശ്വാസത്തോടെ ഞാൻ അഫീഫ്. ഓക്കെ, എന്നോടൊപ്പം സെലീഖ്. താങ്ക് യു.